ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണിയാണിത്. അപ്പൊ നമുക്ക് അതിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം ക്യാരറ്റ് നീളത്തിന് അരിഞ്ഞതാണ്. പിന്നെ ഒരു കോളിഫ്ലവറിന്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. ഒരു 4 സവാള, അതും നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതാണ്. 2 തക്കാളി. ഇനി ബിരിയാണി ചെയ്യാൻ ആവശ്യത്തിന് നെയ്യ്. ഞാനത് അരി വറുക്കാൻ വേണ്ടി മാത്രമാണ് നെയ്യ് എടുക്കുന്നത്. ബാക്കി ഞാൻ ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോ വെജിറ്റബിൾ ഓയിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചെയ്യാം. ഇതിന് മൊത്തത്തിൽ നമുക്ക് നെയ്യ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ അരി വറുക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. പിന്നെ എടുത്തേക്കുന്നത് പട്ടയിലയാണ്. പട്ടയില അല്ലെങ്കിൽ ബേ ലീഫ് എന്ന് പറയും, ഇത് ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാന്. പിന്നെ പച്ചമുളക് 3 അല്ലെങ്കിൽ 4 എടുക്കാം, അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഇടികല്ലിൽ ഇടിച്ചെടുത്തേക്കാണ്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്താലും മതിയാവും. പിന്നെ ഇത് ബിരിയാണിക്ക് ആവശ്യമായ മസാല പൊടിക്കാനുള്ള സാധനങ്ങളാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. ഞാൻ വറുക്കാതെ തന്നെയാണ് പൊടിക്കുന്നത്. ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിരുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാല് 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 6 ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്, ഒരു 2 തക്കോലം, വലിയ പൂവാണ് എടുത്ത തക്കോലത്തിന്റെ വലിയ പൂ. ഇതിപ്പം 2 എടുത്തിട്ടുണ്ട്, ചെറുതാണ്, നമുക്ക് 2-2.5 എടുക്കാം. പിന്നെ മുളക് പൊടി, ഇതൊരു കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എരിവിന് വേണ്ടി ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ പച്ചമുളകാണ്. പിന്നെ ഇതില് കുരുമുളക് ഉണ്ട്, നോക്കിയെടുത്താൽ മതി. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് വറുക്കാൻ ആവശ്യത്തിന് വറുക്കാനുള്ള ഉള്ളി, കുറച്ച് കിസ്മിസ്, കുറച്ച് കാഷ്യൂനട്ട്. 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ബസ്മതി അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 കപ്പ്, അഥവാ ഒരു 250 കപ്പ്, 2 കപ്പ്, ഒരു 500 ഗ്രാം, 1/2 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. ഞാൻ എന്റെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വറുത്തെടുക്കുകയാണ്. വറുക്കാൻ ആദ്യമായിട്ട് ഞാൻ കുറച്ച് സവാള ചേർക്കുകയാണ്. ഇത് 1 സവാളയുണ്ട്. ആ 1 സവാള ആദ്യം ഞാൻ എണ്ണയിൽ തന്നെ വറുത്തെടുക്കുകയാണ്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് എടുക്കണം. അത് ഫുള്ള് ഗോൾഡൻ കളർ ആകുന്നവരെ നമ്മൾ വെയിറ്റിന്റെ ആവശ്യമില്ല. ഏതാണ്ട് ഒരു യെല്ലോ ഷെയ്ഡ് നമുക്ക് എടുക്കാം. കാരണം നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാല് അത് കുറച്ച് പിന്നെ ഇരുന്നതൊന്ന് മൊരിഞ്ഞു വന്ന് നമുക്ക് അത് കറക്റ്റ് പരുവമാവും. ഇതിപ്പോ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകാതെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ ഇതിനെ കോരി എടുക്കണം, കോരി മാറ്റി വെക്കാം. അപ്പൊ ഇതിൽ നിന്ന് ക്രിസ്പി ആവും. ഇനി അത് മാറ്റി കാഷ്യൂ ഇടാം. നമുക്ക് കാഷ്യൂ ആവശ്യമെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. ഞാനിവിടെ എണ്ണയിൽ തന്നെയാണ് വറുക്കുന്നത്. നമ്മുടെ ഉള്ളി വറുത്ത അതേ എണ്ണയില് കാഷ്യൂ ആയിട്ടുണ്ട്. ഇനി ഇതിനെ കോരി മാറ്റാം. കിസ്മിസ് എടുക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ നെയ്യാണ് ആദ്യം അരി വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ ആവശ്യമായ നെയ്യ് ഞാനൊരു 4 ടീസ്പൂൺ നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, ഒരെണ്ണമാണ് കുറച്ചെടുത്തത്, അതിട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടെണ്ണം ചെയ്യാന് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട കൂടി പോവരുത്. കാരണം നമ്മൾ നേരത്തെ വറക്കാനെടുത്ത് മാറ്റി വെച്ചൊരു പട്ടയുണ്ട്. അപ്പൊ ഇത് ഒന്ന് ചൂടാവണം. കഴിവതും പൂർണ്ണമായിട്ട് വെള്ളം കളഞ്ഞു വെച്ചാൽ ഇടണം, ഇല്ലെങ്കിൽ വെള്ളം കിടന്നില്ല പൊട്ടിത്തെറിക്കുന്ന ചാൻസ് ഉണ്ട്. സൂക്ഷിക്കണം. അത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം.
ഇത് മതിയോ? ഇനി ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് എപ്പോഴും ഇടുമ്പോ വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കണം തോന്നണം. എങ്കിലും ഇപ്പൊ അരി മൂടി നിൽക്കാനുള്ള വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡബിൾ വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ. ചിലപ്പോ എല്ലാ അരിക്കും അത് സെയിം ആവണം എന്നില്ല. ഇതിപ്പോ നമുക്ക് വെള്ളം ഇത്ര യൂസ് ചെയ്തിട്ട് പിന്നീട് വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം യൂസ് ചെയ്യാം. അരി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. അടച്ച് മീഡിയം ഫ്ലെയിമിലാക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. പച്ചമുളക് ചതച്ചത് നിൽക്കണ്ട, ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഈ സവോള ഒന്ന് വെന്ത് വരണം, ഒന്ന് വെന്ത് കുഴഞ്ഞ് ഒന്ന് വാടി വരാൻ മാത്രമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. സവാള ഒന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പാരന്റ് വന്നിട്ടുണ്ട്, ഒന്ന് കുഴഞ്ഞ് ഈ പരുവം ഇതാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും ആഡ് ചെയ്യാം. 2 മീഡിയം ക്യാരറ്റും ഒരു 2 കപ്പ് ബീൻസുമാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിതില് ഉള്ളി ഒന്ന് വാടി വരാൻ മാത്രം ടൈം ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം കനം കുറച്ച് അരിഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മുടെ ചോറ് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഈ പരുവം മതി. അതായത് ഒരുപാട് വെന്ത് പോകുന്നു വേണ്ട. നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് വേവും. അതായത് ഫുൾ വേവ്. ബസ്മതി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഫുള്ളായി കുക്ക് ചെയ്തെടുക്കരുത്. ഈ പരുവം ഇപ്പൊ ചോറ് ഒട്ടുപിടിക്കുന്നൊന്നുമില്ല. ഇത് പാകം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക. തീ ഓഫ് ചെയ്യാം. ഇനി കോളിഫ്ലവർ. ഇത് ഒരു കോളിഫ്ലവറിന്റെ പകുതിയാണ്. ഉപ്പ് അതിന് ആവുന്നത് ഞാൻ പറയുന്നില്ല. അവരവരുടെ ഉപ്പിന്റെ ടേസ്റ്റ് അനുസരിച്ച്. ഉപ്പിട്ട് ഒന്ന് ഇളക്കി ഇത് നിറച്ച് വെക്കാം. ഇതിനാവശ്യമായ മസാല പൊടിച്ചെടുക്കാം. ഞാൻ മസാല എല്ലാം ഇതിലൂടെ ഞാൻ എടുത്തു വെച്ചതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയാണ് വെച്ചേക്കേണ്ടത് എപ്പോഴും. മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ യൂസ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തവര് ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് തന്നെ ചേർത്താൽ മതി. പിന്നെ പൊടിച്ചു വെച്ച ഗരം മസാല. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഇളകി കൊടുക്കണം. അതായത് ഈ നമ്മള് മസാലയൊന്നും വറുക്കാതെയാണ് പൊടിച്ചെടുത്തത്. സോ അത് ഇതിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. തക്കാളി കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിന്റെ തക്കാളിയുടെ വെള്ളം കൂടെ ഇറങ്ങുമ്പോ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ചെറിയ പുളിയും വരും. നമ്മുടെ അടച്ചിട്ട് കൂടെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്ത് കിട്ടും. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുകയാണ്. ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞില്ല. മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും നമ്മുടെ ഇഷ്ടം അനുസരിച്ചിടാം. പുതിനയില ഇപ്പൊ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമല്ലാത്തവർ ഇടണം എന്നില്ല, പക്ഷെ കറിവേപ്പില ഇടരുത്. ഇത് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10-15 മിനിറ്റ്. നമ്മുടെ പച്ചക്കറി നമ്മൾ എങ്ങനെ അരിഞ്ഞു അതനുസരിച്ചിരിക്കും വേവ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. നല്ലൊരു മണം വരുന്നത് മസാലയുടെയൊക്കെ. പച്ചക്കറി എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് വന്നു. ക്യാരറ്റ് എല്ലാം വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം.
ഇനി ഈ റൈസും നമ്മൾ മാറ്റി വെച്ച് മസാലയും കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. എന്റെ കയ്യിൽ വേറെ അതിന് പറ്റിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉരുളിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഉരുളി ഒന്ന് തീ കത്തിക്കാം. ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. അത് ഓപ്ഷനിലാണ്. ഒന്ന് ചുറ്റിച്ചെടുക്കാം. രണ്ടും ആദ്യം പകുതി വെച്ചിട്ടുണ്ട്. ഇത് നല്ല സിമ്മാക്കി വെക്കണം. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മക്കളെ ചോറും കൂടെ നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി. തീ അങ്ങ് ഓഫ് ചെയ്യാന്. കാരണം ഇനി ഇത് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യം, ദമ്മടിക്കുന്ന ആവശ്യമൊന്നുമില്ല. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സാധനങ്ങൾ ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് വെച്ച ഉള്ളി ഞാൻ കുറച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അത് ഞാൻ സെർവ് ചെയ്യുന്നതിൽ ഡെക്കറേറ്റ് ചെയ്യും. സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം. പിന്നെ നമ്മുടെ കാഷ്യൂ കിസ്മിസ്, അതുകൂടെ ഇട്ടിട്ട് ഇതൊരു 5-10 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോഴാണ് അതിന്റെ റിയൽ ടേസ്റ്റ് കിട്ടും. നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറക്കാം. ഇനി സർവ് ചെയ്യാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണിക്കാം. നമ്മൾ നേരത്തെ വറുത്തതിൽ ഞാനൊരു കാഷ്യൂ കിസ്മിസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളി വറുത്തത്. ബൗള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാണ്. നമുക്ക് ബിരിയാണി ഏത് ഷേപ്പ് ഇതായിരിക്കും ബെറ്റർ. കുറച്ചുകൂടി ചെറുതാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതിട്ടിട്ടുണ്ട്. ഇനി മല്ലിയില, അതെല്ലാം ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ഇടാം. ബിരിയാണി നമ്മൾ ആവശ്യത്തിന് ഇടണം. അത് നന്നായി പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏത് പ്ലേറ്റിലേക്കാണോ സെർവ് ചെയ്യുന്നത് ആ പ്ലേറ്റ് എടുക്കണം. ഇനി അതിലോട്ട് ഇങ്ങനെ മൂടുക. മൂടി വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് തിരിച്ചെടുക്കാം. ഈസി ആയിട്ടുള്ള വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത്. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു ഐറ്റവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.